ഓരോ തവണ ഫൈനലിൽ തോൽക്കുമ്പോഴും ഇനി സെമി ഫൈനൽ കളിക്കുമെന്ന് പറയുന്ന ലോകത്തെ ആദ്യ ടീമാണ് ഇടതുമുന്നണി. എതിർ ക്യാപ്റ്റനായ പുതുപ്പള്ളി ഉമ്മൻ്റെ കള്ളക്കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് കളിക്കിറങ്ങിയ ഇടതുമുന്നണി ക്യാപ്റ്റനുമായി ഒത്തുകളിച്ചു എന്നാണ് ഗ്യാലറിയിലിരുന്ന് കളി കണ്ട RMP നേതാവ് KK രമയും കൂട്ടരും പറയുന്നത്. എന്തായാലും കളി നിർത്താൻ വേണ്ടി ഇരു ക്യാപ്റ്റന്മാരും പരക്കം പായുന്ന കാഴ്ച എല്ലാവരും കണ്ടു. അങ്ങനെ വൻ വിജയമാകുമെന്ന് കരുതിയ ഒരു കളി 51 നിലയിൽ പൊട്ടിയിട്ട് കളി തോറ്റിട്ടില്ല എന്ന് വിശദീകരിക്കേണ്ടി വന്ന ലോകത്തിലെ ആദ്യ ടീമായിരിക്കുകയാണ് ഇടതുമുന്നണി. അതായത് ഇടതു ടീമിനും വലതു ടീമിനുമിടയിൽ ഒരു അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. പട്ടാളവും തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം വലിയ ജനപിന്തുണ ആർജിച്ചൊരു സമരമാണ്. ചന്ദ്രശേഖരൻ വധവും ലാവലിനും അങ്ങനെയുള്ള ചില ഇഷ്ട വിഷയങ്ങളൊക്കെ എടുത്ത് ചിലർ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഏതൊക്കെയോ ശ്രമങ്ങൾ, അട്ടിമറി ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതൊന്നും ഞങ്ങളുടെ തീരുമാനത്തിന്റെ ശോഭക്ക് മങ്ങലേൽപ്പിക്കാൻ പറ്റുന്ന ആക്ഷേപങ്ങളല്ല. ലാവ്ലിൻ കേസായാലും ജയകൃഷ്ണൻ മാഷ വധ കേസായാലും അപ്പോൾ ഒരുപാട് കേസുകൾ, വളരെ പ്രധാനപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കുന്ന, പുതുക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമരം എത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങളോട് ഇവർ മറുപടി പറയണം. കെ സുരേന്ദ്രൻ്റെ യൂസഫ് അലി ഡീലിന് പിന്നാലെ KK രമയുടെ ആരോപണം കൂടി ആയപ്പോഴാണ് പാർട്ടി താത്വികമായ ഒരു അവലോകനത്തിലേക്ക് കടന്നിരിക്കാൻ തീരുമാനിച്ചത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോ ഉപരോധ സമരം അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന് അണുകിട മാറ്റം വന്നിട്ടില്ല. മനസ്സിലായില്ല. അതായത് ഞങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ഒരു സമരരൂപം, സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം എന്ന ആ സമരരൂപം അവസാനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല. ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം എന്ന പ്രഖ്യാപനം എപ്പോൾ നടത്തിയോ അതിനകത്ത് മറഞ്ഞു നിൽക്കുകയാണ് തന്റെ രാജി എന്ന കാര്യം ഉമ്മൻചാണ്ടി ഉറപ്പിച്ചു. ഇപ്പൊ മനസ്സിലായോ? ആ കണ്ടോൺമെന്റ് ഗേറ്റ് ഇല്ലായിരുന്നു എങ്കിൽ എന്തേലും ഇവർക്ക് പറഞ്ഞു നിൽക്കാനുണ്ടാവും. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഉത്തമ ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? നമ്മൾ പോയിട്ട് കോംപ്രമൈസ് നടത്തിയെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പരിപ്പോടെ എവിടെയോ? പരിപ്പോടല്ലോ, ചായ ഉഴുന്നോടെ ചായ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടിട്ടില്ല. പരിപ്പോടെയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ സമരത്തെ നല്ലതുപോലെ അനുകൂലിക്കുന്നവർ, സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ സന്നദ്ധതയുള്ളവർ, എന്ത് ത്യാഗവും സമരത്തിന്റെ ഭാഗമായി അനുഭവിക്കാൻ തയ്യാറുള്ളവർ, അവരെല്ലാം ചിന്തിക്കുക മുഖ്യമന്ത്രിയുടെ രാജി കൂടി വന്നതിന് ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാന്യമായ അന്തസ്സുറ്റ നിലപാടാണ് സ്വീകരിച്ചത്. ആ അന്തസ്സുറ്റ നിലപാടിന് ശേഷം വക്രീകരിക്കുന്ന നിലപാട് ശ്രീ ഉമ്മൻചാണ്ടി സ്വീകരിച്ചാൽ ആ ജുഡീഷ്യൽ അന്വേഷണം, പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം അംഗീകരിക്കാത്ത അവസ്ഥ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് വരും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കാറാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. ഏതു സമരമായാലും രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടാനുള്ളത് വഴിയിൽ തങ്ങില്ല. എതിർ പാർട്ടിയായാലും സ്വന്തം പാർട്ടിയായാലും അതിലൊരു പങ്ക് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളതാണ്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായില്ല. ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, സമരത്തിന് വന്നവർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഉടനെ കോൺഗ്രസ് വക്താവിൻ്റെ ഉപ്പ് നോക്കി. ഞാൻ പറ്റി പിടിച്ച് കൂളായിട്ട് നടന്നു. ആദ്യം വന്ന 2-3 ഇടി മുഖത്തിരിച്ചു. എന്റെ അച്ഛോ അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, ഒരുപാട് ഉദ്രവിച്ച് എന്റെ ബാഗൊക്കെ പോയി. ഇഡ്ഡലിയുണ്ട്, ഇഡ്ഡലിയുണ്ട്. എന്റെ അച്ഛോ അധികം ദേഹം ഇളക്കണ്ട. ഇത് ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. തല്ലുള്ളി. പറ്റി അച്ഛോ. കെ മുരളീധരൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കെ കരുണാകരൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലിൽ വീണ് നമസ്കരിക്കും.
ഉമ്മൻചാണ്ടിയെ തുരത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവരെല്ലാം ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും വിരണ്ടു വിറച്ചു. പ്രതിപക്ഷത്തെ സിംഹങ്ങളെയും എതിർ ഗ്രൂപ്പിലെ ഘടാകടിയന്മാരെയുമെല്ലാം ഒരൊറ്റയടിക്ക് ചാണ്ടി ചണ്ടിയാക്കി. പട്ടാളത്തെ എതിർത്ത പ്രതാപന്മാരും കിങ്ങിണിക്കുട്ടന്മാരുമൊക്കെ ബാരക്കിലായി. മുക്കാലും അരക്കാലുമുള്ള കുഞ്ഞാപ്പയും കുഞ്ഞുമാണിയും കുഞ്ഞാടുകളായി. തോൽക്കാൻ ഇനിയും മത്സരങ്ങളൊന്നും ബാക്കിയില്ലാത്തതിനാൽ നേരത്തെ മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം ധിം തരികിടതവും ഒരിക്കൽ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ പാവം പിള്ളേരെ മുഴുവൻ കരിങ്കൊടിയുമായി നാടുനീളെ വിട്ട് തല്ലുകൊള്ളിക്കാതെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കണം. പിണറായിയും പന്ന്യനും മുന്നണിയിലെ മറ്റു വന്യന്മാരും ഉപവാസ സമരം തുടങ്ങട്ടെ. ഉമ്മൻ്റെ രാജി അല്ലെങ്കിൽ മരണം എന്നതാകട്ടെ മുദ്രാവാക്യം. അണികളുടെ കളിയാക്കൽ കേട്ട് ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നതിലും നല്ലതല്ലേ ഉപവാസം കിടന്ന് മരിക്കുന്നത്. അത്തരമൊരു സമരപ്രഖ്യാപനം ആഗ്രഹിച്ചുകൊണ്ടും ഉപരോധ സമരകാലത്ത് ഇരു മുന്നണിയിലെയും നേതാക്കൾ തമ്മിൽ വിളിച്ച ഫോൺ രേഖകൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്നത്തേക്ക് വിട. Hey,